പ്രിയമുള്ളവരെ, തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രവും കേരള കാർഷിക സർവകലാശാലയും സംയുക്തമായി നടത്തുന്ന കാർഷിക മുഖാമുഖം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. എനിക്ക് ചോദിക്കാനുള്ള നമ്മളുടെ ഈ ഫുഡ് സെക്യൂരിറ്റി ആർമിയിൽ നിന്നൊക്കെ ട്രെയിനിങ് കഴിഞ്ഞിറങ്ങുന്ന തൊഴിലാളികൾ അല്ലെങ്കിൽ സേനാംഗങ്ങൾ അവർ സ്വതന്ത്രമായി യന്ത്രം പ്രവർത്തിപ്പിക്കുകയും, അതായത് ഒരു സേനയുടെ കീഴിലല്ലാതെ സ്വതന്ത്രമായി വരുമ്പോൾ കർഷകന് സ്വാഭാവികമായും ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഇവരെ തിരിച്ചറിയാൻ ആരാണ് യഥാർത്ഥത്തിൽ ട്രെയിനിങ് കഴിഞ്ഞവരാണോ അല്ലയോ എന്നറിയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അവർ പാടങ്ങളിൽ വന്ന് നെൽവിത്തിട്ട് പലപ്പോഴും ഈ കൃഷി തന്നെ നമുക്ക് നശിച്ചു പോകുന്ന ഒരവസ്ഥ, ഒരു വിള തന്നെ നശിച്ചു പോകുന്ന ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതിനായി അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഐഡൻറ്റിഫിക്കേഷൻ കാർഡുകൾ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ടോ? പിന്നെ വരമ്പ് വയ്ക്കുന്ന ഒരു യന്ത്രത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടിരുന്നു. ആ യന്ത്രത്തിൻ്റെ ഉപയോഗം കർഷകരിലേക്ക് എത്തിക്കുന്നതിന് എന്തെങ്കിലും നടപടികളായിട്ടുണ്ടോ? പിന്നെ ഏറ്റവും കർഷകർ നേരിടുന്ന മറ്റൊരു പ്രശ്നം വന്യമൃഗങ്ങളുടെ ശല്യമാണ്. ഇതിനെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള യന്ത്രങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനങ്ങൾ നമുക്ക് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടോ? ഇന്ന് ഫുഡ് സെക്യൂരിറ്റി ആർമിയുടെ സംഘടനത്തിലെ ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഐഡൻറ്റിറ്റി ഉണ്ട്. ഒരു പാസിംഗ് ഔട്ട് പരേഡിലൂടെ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണ്. നിങ്ങളൊരു ഫുഡ് സെക്യൂരിറ്റി ആർമി അംഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനൊരു ID കാർഡും ഉണ്ട്, അവന് ഒരു സർട്ടിഫിക്കറ്റും ഉണ്ട്. അതും കാർഷിക സർവകലാശാല, അവന് യൂണിഫോം ഉണ്ട്. ഇന്ത്യൻ ആർമിയെ തിരിച്ചറിയുന്നവരെ ഫുഡ് സെക്യൂരിറ്റി ആർമി എവിടെ പോന്നു കഴിഞ്ഞാലും ആ യൂണിഫോമിൽ അവർ തിരിച്ചറിയാം. അത് ഐഡൻറ്റിറ്റിയുടെ സംഭവം. രണ്ടാമത് മിസ്റ്റർ അശോകൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, അവിടെ ഒരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കാരണം രണ്ട് തരത്തിലുള്ള അഗ്രോ സർവീസ് സെൻ്ററുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് പ്രൈവറ്റ് ഓർഗനൈസേഷൻ, നമ്മളൊരു നിയമാവലി കൊടുത്ത് കാർഷിക സ്വതന്ത്രമായി 20 പേരോ അല്ലെങ്കിൽ 25 പേരോ അടങ്ങുന്ന ഒരു സംഘം രജിസ്റ്റർ ചെയ്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഇൻഡിവിജ്വൽ അഗ്രോ സർവീസ് സെൻ്ററുണ്ട്. അതൊരു ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നു. അവർ സർവീസ് ചാർജ്, കൂലിയല്ല, സർവീസ് ചാർജ് എത്രയാണെന്നുള്ളത് അവർ നിഷ്കർഷിച്ച് അവർ നടപ്പാക്കണം. അതാണ് അത് അവരുടേതായിട്ടുള്ള നിയന്ത്രണത്തിൽ. അതിന് മറ്റു ബാഹ്യ ഘടകങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഇന്ന് സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്ന മോഡൽ അഗ്രോ സർവീസ് സെൻ്ററുകൾ എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ അതിൻ്റെ ബ്ലോക്ക് പ്രസിഡൻ്റാണ് അതിൻ്റെ നേതൃത്വ സ്ഥാനത്തിലിരിക്കുന്നത്. അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടറുണ്ട്, ഞാനടങ്ങുന്ന കമ്മിറ്റിയുണ്ട്. അവിടെ സർവീസ് ചാർജ് ഫിക്സ് ചെയ്യുന്നത് ആ കൃഷിക്കാരടങ്ങുന്ന ഈ സർവീസ് സെൻറ്റർ രജിസ്റ്റർ ചെയ്ത സർവീസ് സെൻറ്ററിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് അടക്കുന്ന വലിയൊരു സംവിധാനമാണ്, ഒരു ഡെമോക്രാറ്റിക് സംവിധാനമാണ്. അവിടെ അവർ നിഷ്കർഷിക്കും ഒരു നടിയിൽ എത്ര രൂപ വേണം, ഒരു തെങ്ങ് കയറാൻ എത്ര രൂപ വേണം, ഒരു ട്രാക്ടർ ഓടുന്നതിന് എത്ര രൂപ വേണം, ഒരു ട്രാക്ടർ ഓടിക്കഴിഞ്ഞാൽ എത്ര സ്ഥലത്ത് അത് എത്ര പ്രാവശ്യം പൂട്ടിത്തരണം എന്നെല്ലാം വളരെ നിഷ്കർഷിക്കുന്ന ഒരു നിയമാവലി അടങ്ങുന്ന സംവിധാനം ഉണ്ട്. അവിടെ അവർ പറയുന്ന രീതിയിൽ കൃത്യമായിട്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റും. അപ്പോൾ അങ്ങനെ രണ്ട് സംവിധാനങ്ങളാണ് ഇന്ന് നിലവിലുള്ളത്. മൂന്നാമത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞങ്ങൾ ഇത് പ്രസ്ഥാനം മുന്നോട്ട് പോയപ്പോൾ ഇപ്പോൾ വിഘടിച്ചു പോകുന്ന ഒരു രീതിയിലേക്ക് ആൾക്കാർ വന്നിരുന്നു. കാരണം അതുകൊണ്ടല്ല, പണം ആവുമ്പോൾ, കാരണം വെച്ചാൽ സർവീസ് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു. കാർഷിക കേന്ദ്രവൽക്കരണത്തിൽ കൂടെ ഒരു ഏക്കർ സ്ഥലം നേരത്തെ ചോദിച്ച മാതിരി 3200-നും 3500-നും എടുക്കാം. അതിനകത്തൊരു ലാഭമുണ്ട്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. ലാഭം വേണം, എങ്കിൽ തന്നെ നമുക്ക് സർവീസ് നാളത്തേക്ക് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. ഒരു പ്രോഫിറ്റ് ഉണ്ടാവണം അതിനകത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനകത്തുള്ള കാര്യം എനിക്ക് അറിയാം. അനൂപുണ്ട്, ഇവിടെ അശോകനുണ്ട്. ഈ ഗ്രീൻ ആർമി തന്നെ ഉള്ള ആൾക്കാർ മാറി നിന്നിട്ട് ഒറ്റയ്ക്ക് പ്രസ്ഥാനങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട്. ആരെയും നമ്മൾ നിയന്ത്രിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ കൃഷി വലുതാവട്ടെ, സമൂഹത്തിന് നെല്ല് കിട്ടട്ടെ, അരി കിട്ടട്ടെ, സ്വാശ്രയരാവട്ടെ എന്നുള്ള ഒറ്റ മോട്ടീവിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ രണ്ട് പ്രവർത്തനമുണ്ട്. ഇവരെ നിയന്ത്രിക്കാനുള്ള നിയമങ്ങളൊന്നുമില്ല. പക്ഷേ സംസ്ഥാന തലത്തിൽ വരാൻ പോകുന്ന എല്ലാ ഗ്രാമങ്ങളിലും വരാൻ പോകുന്ന അഗ്രോ സർവീസ് സെൻറ്റർ അടുത്ത 5 വർഷം കൊണ്ട് എല്ലാ ഗ്രാമങ്ങളിലും അഗ്രോ സർവീസ് സെൻറ്റർ വേണമെന്ന് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നിയന്ത്രിതമായിട്ടുള്ള സർവീസ് ചാർജോടുകൂടി എല്ലാ കാർഷിക പ്രവർത്തനങ്ങളും ചെയ്യുന്ന രീതിയിലേക്ക് മാറും. അത് നമുക്ക് കാത്തിരിക്കണം. ഒപ്പം തന്നെ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ കാർഷിക സേവന കേന്ദ്രങ്ങളെ നിലനിർത്തുന്നതിൻ്റെ സാമൂഹ്യ ഉത്തരവാദിത്വം കർഷകർക്കാണ്. അവർക്ക് വേണ്ടുന്ന അവരുടെ സേവനങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ അത് നിലനിന്ന് പോവില്ല, അത് നശിച്ചു പോകും. വീണ്ടും നമ്മൾ പഴയ പുരാണത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. രണ്ട് രീതിയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനം പ്രവർത്തിക്കുന്നത്. ഒന്നുകിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേതൃത്വം നൽകുന്ന ഇത്തരത്തിലുള്ള യൂണിറ്റുകൾ, അല്ലെങ്കിൽ സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന യൂണിറ്റുകൾ. രണ്ട് സ്ഥലത്തായാലും നാട്ടിലെ പൊതുപ്രവർത്തകരാണ് ഇതെല്ലാം ഇടപെടുന്നത്. അവരുമായി സംസാരിച്ച് പരിഹരിച്ച് തീർക്കാവുന്ന വിഷയങ്ങളാണ് ഇത് ഭൂരിഭാഗവും.
രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇപ്പോൾ ഒരു ഫുഡ് സെക്യൂരിറ്റി ആർമി ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ലേബർ ബാങ്ക് ഉണ്ടായി, അതുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും എന്ന് നമ്മൾ ധരിക്കരുത്. ഇത് ഒരു എല്ലാ അർത്ഥത്തിലും ഇതിനകത്ത് പൊതുപ്രവർത്തകരായിട്ടുള്ള ജനപ്രതിനിധികൾ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട റോൾ വഹിക്കേണ്ടതുണ്ട്. രണ്ടാമത് ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ, ഒപ്പം കർഷകരും കർഷക തൊഴിലാളികളും. ഈ കണ്ണി എവിടെയെങ്കിലും അറ്റുപോയാൽ നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തിനകത്ത് കുറവുണ്ടാകും. അപ്പോൾ ഇതിനെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയണം. നമ്മുടെ വടക്കാഞ്ചേരി മോഡലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഒരു സംയോജനത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതിൽ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാം, കൃഷി വകുപ്പിൻ്റെ, കുടുംബശ്രീയുടെ എല്ലാവരുടെയും സഹായങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മൂവ്മെൻറ്റിനെ കൊണ്ടുപോയത്. ആ ഒരു ഗുണം ആ പ്രദേശത്തെ മൊത്തം കൃഷി വികസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ പ്രദേശത്തെ കൃഷിയെ സംരക്ഷിക്കാൻ കഴിയുന്ന, കൃഷിയെ സ്നേഹിക്കാൻ കഴിയുന്ന, മണ്ണിനെയും ജലത്തിനെയും ജൈവസമ്പത്തിനെയും സംരക്ഷിക്കാൻ കഴിയുന്നവരുടെ ഒരു കൂട്ടായ്മയായി, ഒരു മൂവ്മെൻ്റായി നമുക്ക് ഇതിനെ മാറ്റുമ്പോൾ മാത്രമാണ് നമുക്ക് ഇന്നത്തെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിയുള്ളൂ. മിസ്റ്റർ അശോകൻ ചോദിച്ച വേറൊരു ചോദ്യം വന്യജീവികളെ ശല്യമാണ്. നമുക്ക് ഏവർക്കും അറിയുന്ന ഒരു പ്രധാന നിയമം ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് ശക്തമാണ്. വന്യജീവികളെ തൊടാൻ സാധിക്കില്ല, തൊട്ടുപോയാൽ നമ്മളെല്ലാം കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ശബ്ദവും പ്രകാശവും വെച്ചുകൊണ്ട് അവയെ നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. ശബ്ദം അല്ലെങ്കിൽ പ്രകാശം. ഈ പ്രകാശം പറയുമ്പോൾ ചില ജീവികൾക്ക് പല കളറുകൾ പേടിയാണ്. അപ്പോൾ അത്തരം കളറുകൾ ഏതെങ്കിലും പകൽ സമയങ്ങളിലാണെങ്കിൽ അതനുസരിച്ചുള്ള കളറുകളുള്ള തുണികളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റുകളോ, രാത്രിയാണെങ്കിൽ കളർ ലൈറ്റുകൾ കൊടുക്കുക. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ ശബ്ദം പുറപ്പെടുവിച്ച് ഇവരെ പിന്നോട്ട് ഓടാനുള്ള ചില സൈറൺ പോലെയുള്ള സംവിധാനങ്ങൾ. ഇതാണ് ഇന്ന് നമുക്ക് ആ നിയമങ്ങളിൽ നിന്നുകൊണ്ട് ഇവയെ അകറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനം ചുവന്ന വെളിച്ചമാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ച ഒരു കാര്യം, ചുവന്ന വെളിച്ചമുള്ള രാത്രി കാലങ്ങളിൽ വയ്ക്കുകയാണെങ്കിൽ ഇത്തരം വന്യജീവികൾ ഒരു പരിധി വരെ അകന്നകന്ന് പോകാറുണ്ട്. അത് നമുക്കൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചേലക്കര ഭാഗത്ത് ചെയ്താൽ വിജയിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി വരമ്പ് വയ്ക്കുന്ന യന്ത്രത്തിൻ്റെ സാധ്യതയെക്കുറിച്ചൊരു ചോദ്യം ബാക്കിയുണ്ട്. അതുകൂടി പറഞ്ഞാൽ ആ ചോദ്യത്തിന് ഉത്തരം പൂർത്തിയാവും. വരമ്പ് വയ്ക്കുന്ന ഒരു മെഷീൻ ഇപ്പോൾ നമ്മുടെ ARS മണ്ണുത്തിയിൽ അത് പരീക്ഷിക്കേണ്ടായി. ഏകദേശം 2.3 ലക്ഷം രൂപ അതിന് വില വരുന്നു. അതിൽ നമ്മൾ അതിലൊരു 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, അതിന് അനുയോജ്യമായ മണ്ണും ജലാംശവും അടങ്ങിയിട്ടുള്ള ഒരു സ്ഥലത്തെ നമുക്ക് ആ യന്ത്രം ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പം നല്ലപോലെ ചേറുള്ള കണ്ടങ്ങൾ അല്ലെങ്കിൽ കളിമണ്ണ് കൂടുതലുള്ള കണ്ടങ്ങൾ ഒരുപക്ഷെ പറ്റിയില്ല എന്ന് വരും. അതേ സമയത്ത് പറമ്പുകളിൽ ഇത്തരം യന്ത്രങ്ങൾ ഉപയോഗിക്കാനും സാധിക്കും. ഇത് ഫുള്ളി ഇമ്പോർട്ടഡ് ആണ്. നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയതല്ല, നമ്മൾ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് വാങ്ങിച്ച് ഇവിടെ പരീക്ഷിച്ച ഒരു യന്ത്രമാണ്. അപ്പം അത് പറമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. പറമ്പുകൾ പ്രത്യേകിച്ച് മഴക്കാലം വന്ന് വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇത് വെച്ച് വരമ്പ് വയ്ക്കാൻ പ്രയാസമാണ് എന്നാണ് നമ്മുടെ അനുഭവം. ഞങ്ങൾ തൃക്കൂരിൽ കൽപ്പകവനി എന്ന ഒരു നാമധേയത്തിൽ ഒരു 10-25 പേര് കൂടിയിട്ടൊരു ഹൈടെക് പ്രിസിഷൻ ഫാമിംഗ് അസോസിയേഷൻ എന്ന പേരിൽ ഒരു ചെറിയൊരു യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളധികവും ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്ത് അറിയാൻ സാധിച്ചു, ARSൽ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് ചെയ്യാനായിട്ട് ഒരു മെഷീൻ വന്നിട്ടുണ്ട്. അത് മണ്ണിളക്കി തടമെടുത്ത് അതിന്മേൽ പൈപ്പിട്ട് മൾച്ചിങ് ചെയ്ത് തൈ നട്ട് പുറത്തേക്ക് പോകാവുന്നൊരു സംവിധാനമാണ് കേട്ടത്. നമുക്കതിനുള്ള സൗകര്യം ലഭിക്കുമോ? അതങ്ങനെ സൗകര്യം കിട്ടുകയാണെങ്കിൽ 1 ഏക്കർ സ്ഥലത്തിന് അതെന്ത് ചിലവ് വരും എന്നാണ് എനിക്കറിയേണ്ടത്. ഇത് നമ്മുടെ ഇക്കൊല്ലം ഒരു ആധുനിക കാർഷിക യന്ത്രം, നൂതന കാർഷിക യന്ത്രം എന്നുള്ളൊരു പരിപാടി നമ്മൾ സംഘടിപ്പിക്കേണ്ട, ഡെമോൺസ്ട്രേഷൻ നടക്കേണ്ടതിൽ ഞങ്ങളൊരു 10-12ഓളം പുതിയ മെഷീനറി അതിനിടയ്ക്കാണ് നമ്മുടെ കോളിൽ കുമ്മായം വിതരണ യന്ത്രമൊക്കെ ഉണ്ട് അതിനകത്ത്. ഒപ്പം തന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു യന്ത്രമുണ്ട്. നമുക്ക് പച്ചക്കറി ഇടാനായിട്ട് തടം കോരി തടത്തിൽ ചാണകപ്പൊടി ഇട്ട്, ഒപ്പം തന്നെ അതിൻ്റെ അടിയിൽ ഡ്രിപ്പിൻ്റെ പൈപ്പിട്ട് 2 ലൈൻ പൈപ്പിട്ട് അത് മൂടി പ്ലാസ്റ്റിക് ഇട്ട് കവർ ചെയ്ത് അത് നടാനുള്ള ഹോള് തുടച്ച് തരുന്നൊരു യന്ത്രം. അത് വലിയ വിലയൊന്നുമില്ല. അത് നമുക്ക് ഞങ്ങളുടെ അടുത്തുണ്ട് യന്ത്രം. ഇത് തൽക്കാലം നിങ്ങൾ ഇത് പരീക്ഷിക്കണമെങ്കിൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് തൃശ്ശൂർ ARS മണ്ണുത്തിലാണ്. നിങ്ങൾ എന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാം. എനിക്ക് എൻ്റെ ടീമംഗങ്ങൾക്ക് അറിയാനുള്ളത്, പവർ റീപ്പർ
വിതച്ച നിലങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുമോ? ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സ്റ്റാർ വെയിലിൽ അടിയിൽ കിടക്കുന്ന വൈക്കോല് ചുറ്റിപ്പിടിച്ച് തിരിയാതെയാവുന്നു. അതിന് കുറച്ചുകൂടെ ഇത് പിടിക്കാത്ത തരത്തിലുള്ള എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ക്യാംകോൻ്റെ റീപ്പർ ഉണ്ട്, ക്യാംകോ റീപ്പർ. ആ റീപ്പർ നമ്മൾ ഇത്തരം പാടശേഖരങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ അതിൽ ഘടിപ്പിക്കേണ്ട കേജ് വീലുണ്ട്, സ്പെഷ്യൽ കേജ് വീലാണ്. കേജ് വീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാക്ടറിൽ പിടിപ്പിക്കുന്ന കേജ് വീലിൻ്റെ അർത്ഥം ചളി കലക്കാനാണ്. നേരെ മറിച്ച് ഇത്തരം റീപ്പറുകളിൽ പിടിപ്പിക്കുന്ന ചക്രങ്ങളുണ്ടല്ലോ, ഇരുമ്പ് ചക്രങ്ങൾ, ആ ഇരുമ്പ് ചക്രങ്ങളിൽ കൊടുത്തിട്ടുള്ള ഈ ബ്ലേഡുകൾ നേരെ തിരിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ വൈക്കോല് ചുറ്റിപ്പിടിക്കുന്ന പ്രശ്നം വരുന്നില്ല, നടിയിൽ പ്രശ്നം വരുന്നില്ല. വിതയിലുള്ള സ്ഥലങ്ങളിൽ താഴെ കിടക്കുന്ന ഉണങ്ങിയ വൈക്കോല് സ്റ്റാറിൽ ചെല്ലുമ്പോൾ ഇതുമ്പോൾ ചുറ്റിപ്പിടിച്ചിട്ട് തിരിയാതെയാവുന്നു. അതിൽ വേറെ ഒരു സ്പെഷ്യൽ മെഷീനൊന്നും അതിന് ഡെവലപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിലോ ലഭ്യമല്ല. ഈ പറയുന്ന റീപ്പറിലെ സ്റ്റാർ വീല് അഡ്ജസ്റ്റ് ചെയ്ത് താത്തി നമുക്ക് ഘടിപ്പിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നിലത്ത് ചേർന്ന് കിടക്കുന്ന വൈക്കോല് ചുറ്റിപ്പിടിക്കാതെ മുകളിലേക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതിന് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് അതിൽ കൊടുക്കാനുണ്ട്. അല്ലാതെ നമുക്ക് റെഡിമെയ്ഡ് മേടിച്ചത് മെഷീൻ അതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പ്രശ്നം ഉണ്ടാവും. അതിൻ്റെ സ്റ്റാർ വീല് ഒരു ലിമിറ്റ് വെച്ച് കട്ട് ചെയ്ത് താഴത്തേക്ക് ഇറക്കണം. ഞങ്ങൾക്ക് ഈ ഒരു ബലൂൺ കച്ചവടക്കാരൻ ബലൂൺ കൈപിടിച്ച് പോകുന്ന പോലെ ഞാനൊരു ഉദാഹരണം, വെയിറ്റ് ഒരു 50 കിലോ വെയിറ്റ് എടുത്തു പോകാൻ, ഇപ്പോൾ ചളിയിൽ ഞങ്ങൾക്ക് ഒരു 250 മീറ്റർ നീളം, ഒരു കണ്ടത്തിൻ്റെ 1 ഏക്കർ നിലത്തിൻ്റെ നീളം ഞങ്ങൾക്ക് ഭാരെടുത്ത് പോകേണ്ട അവസ്ഥ വരും. അത് ഒരു പ്രാവശ്യം കൊണ്ട് പോകാൻ ഒരു ബലൂൺ കൈപിടിച്ച് പോകുന്ന പ്രതീതി, വെയിറ്റ് ഇല്ലാതെ ആ വെയിറ്റ് ഉയർത്തി കൊണ്ടുപോകാവുന്ന ഒരു സിസ്റ്റം എന്തെങ്കിലും ഉണ്ടോ ഇന്നത്തെ രീതിയിൽ? തീർച്ചയായിട്ടും ഗവേഷണ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരു പുതിയൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. കാരണം ഭാരം മനുഷ്യന് അറിയരുത്, സുഖമായിട്ട് കൊണ്ടുപോയി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും അത് ഗവേഷണ പദ്ധതികൾ ഉൾപ്പെടുത്താം. അതിനൊരു ഉത്തരം അടുത്ത കാലത്ത് തന്നെ പ്രതീക്ഷിക്കാം. നമ്മുടെ തരിശ് കിടക്കുന്ന നിലങ്ങൾ നമ്മുടെ കേരളത്തിൽ ഒട്ടനവധിയുണ്ട്. അതിപ്പോൾ ഈ ചർച്ച നടക്കുന്ന തൃശ്ശൂർ ജില്ലയ്ക്കകത്തും ഒട്ടനവധി സ്ഥലങ്ങളുണ്ട്. ഒരുപാട് പുരോഗമിച്ച് വരുന്നു. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഗ്രീൻ ആർമിയുടെയും അതുപോലെ തന്നെ ഫുഡ് സെക്യൂരിറ്റി ആർമിയുടെയും ഒക്കെ നേതൃത്വത്തിൽ നല്ല ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട്. പക്ഷേ അത് പൂർത്തീകരിക്കാനായിട്ട് കഴിയുന്നില്ല. നമുക്കിത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ തന്നെയാണ് നമ്മുടെ നാടിൻ്റെ പ്രതിസന്ധിയും വെല്ലുവിളിയും നമുക്ക് മുറിച്ച് കടക്കാനായിട്ട് കഴിയുള്ളൂ. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മെക്കാനൈസേഷൻ ഉപയോഗപ്പെടുത്തി, ഈ പുതിയ സാങ്കേതിക മികവ് ഉപയോഗപ്പെടുത്തി ഫുഡ് സെക്യൂരിറ്റി ആർമിയെ കൊണ്ട് ഇത്തരത്തിലുള്ള തരിശ് നിലങ്ങൾ പണിതെടുക്കുന്നതിന് വേണ്ടി ഒരു ഇടപെടൽ നമുക്ക് നടത്താൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ. ഭക്ഷ്യസുരക്ഷാ സേന എന്നുള്ള പ്രസ്ഥാനം ശരിക്കും പറഞ്ഞാൽ മിലിറ്ററിയുടെ തനി കൺസെപ്റ്റാണ്. അതിന് ഓരോ ടാസ്ക് ഫോഴ്സ് ഉണ്ട്. വെജിറ്റബിൾ ടാസ്ക് ഫോഴ്സ്, പാഡി ടാസ്ക് ഫോഴ്സ്, കോക്കനട്ട് ടാസ്ക് ഫോഴ്സ്, കോക്കനട്ട് ക്രൗൺ ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പല ഉപവിഭാഗങ്ങളും നമ്മൾ ഇതിനകത്ത് സ്വപ്നം കണ്ടിട്ടുണ്ട്, നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മൾ ഈ ബാരൻ ലാൻഡിൻ്റെ ഫാലോ ലാൻഡ് ടാസ്ക് ഫോഴ്സ് എന്നുള്ള സംവിധാനം. കാരണം സാധാരണ രീതിയിൽ ഒരു നെൽകൃഷിയിൽ ഇടപെടുന്ന കാർഷിക യന്ത്രങ്ങൾ ഒരു ബാരൻ ലാൻഡിൽ അല്ലെങ്കിൽ 10-15 വർഷമായിട്ട് തരിച്ചു കിടക്കുന്ന ഭൂമിയിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു സാധാരണ ട്രാക്ടർ, ഒരു ഹെവി ട്രാക്ടർ കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ ആ ട്രാക്ടർ നമ്മുടെ അനുഭവത്തിൽ അത് ട്രാക്ടർ പൊന്തി നിൽക്കും, ട്രാക്ടർ താഴില്ല. കാരണം അത്രയും കട്ടി, ഒരു 1 അടി 1.5 അടി കട്ടിയിലുള്ള ഗ്രീൻ പച്ച പുതപ്പാണ് അതിനകത്തുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സ്പെഷ്യലായിട്ടുള്ള ട്രാക്ക് ടൈപ്പ് എക്സ്കവേറ്റർ അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് അത് ലാൻഡ് പ്ലൗ ചെയ്തെടുക്കണം. അപ്പോൾ അത്തരത്തിലുള്ളൊരു സംവിധാനം നമുക്ക് ഫുഡ് സെക്യൂരിറ്റി ആർമിയിൽ നമുക്ക് രൂപം കൊടുക്കാവുന്നതാണ്. അതിന് വേണ്ടുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടുകൾ അല്ലെങ്കിൽ പദ്ധതി വീതങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ 1.5 ലക്ഷത്തോളം ഏക്കർ അല്ലെങ്കിൽ 2 ലക്ഷം ഏക്കർ സ്ഥലം ഇന്ന് തരിശായി കിടക്കുന്നുണ്ട് കേരളത്തിൽ പാഡി ലാൻഡ്. അത് മാത്രം റിക്ലെയിം ചെയ്തിട്ട് നമുക്കൊരു 6 മാസം കൊണ്ട് റിക്ലെയിം ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇന്ന് നിലവിലുള്ള കാർഷിക യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് അത് പെട്ടെന്ന് നമുക്ക് സാധാരണ ഒരു ട്രാക്ടറും ഒരു ഡിസ്ക് പ്ലൗ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു പ്ലൗ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഇടപെട്ട് നോക്കിയിട്ടുള്ളതാണ്. അതിന് വേണ്ടുന്നുള്ള ഹെവി മെഷീനറി, സ്പെഷ്യലൈസ്ഡ് മെഷീനറി ആവശ്യമുണ്ട്. അതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്നുള്ളത് പഠിച്ച് അത് പ്രവർത്തിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പും ആവശ്യമാണ്. അത്തരത്തിലുള്ള ഇടപാടുകളിൽ വളരെ സാധ്യതയുണ്ട്. അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാവുന്നതാണ്. കൃഷി വകുപ്പിൻ്റെ പദ്ധതി പ്രകാരം നിങ്ങൾക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മൾ അഗ്രോ സർവീസ് സെൻറ്റർ അല്ലെങ്കിൽ ഗ്രീൻ ആർമി വിഘടിച്ചു പോകുന്നു, പല ഗ്രൂപ്പുകളാകുന്നു. എൻ്റെ അഭിപ്രായത്തിൽ നല്ല കാര്യം തന്നെയാണ്. കാര്യം വേറൊന്നുമല്ല, ഇപ്പോൾ ഉള്ള ഇത്രയും ഗ്രൂപ്പ് കൊണ്ട് നമ്മൾക്ക് ഒരു 2020 ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയത്തില്ല. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനറിയുടെ ഇരട്ടി മെഷീനറി നമ്മളെ പാടത്തിറക്കിയെങ്കിൽ മാത്രമേ 2020 ആകുമ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിശ്ചയിക്കുന്ന രൂപത്തിലുള്ള ഒരു മെക്കനൈസേഷൻ സ്റ്റാറ്റസ് നമ്മളെ കേരളത്തിൽ എത്തിക്കാൻ പറ്റൂ.
അപ്പോൾ നിങ്ങൾ വിഘടിച്ച് പോകുക എന്ന് പറഞ്ഞാൽ പിണങ്ങി പോകുക എന്നുള്ളതല്ല, പുതിയൊരു ഗ്രൂപ്പിലേക്ക് പോവുക. ആ ഗ്രൂപ്പിൻ്റെ എണ്ണം കൂടി വരിക. അങ്ങനെ കൂടി വരുന്ന ഗ്രൂപ്പുകൾക്ക് ഒരു 40% സബ്സിഡിയോട് കൂടി കാർഷിക യന്ത്രങ്ങൾ വാങ്ങുവാനുള്ള കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയുണ്ട്. താല്പര്യമുള്ള ഗ്രൂപ്പുകൾക്ക് ഇപ്പോൾ 40% എന്ന് പറഞ്ഞാൽ 60% നിങ്ങൾ കയ്യിൽ നിന്ന് എടുക്കുകയോ അല്ലെങ്കിൽ ബാങ്ക് ലോണുമായി ബന്ധപ്പെടുത്തി തയ്യാറാകുന്ന ഗ്രൂപ്പുകൾക്ക് അത്തരം പദ്ധതികൾ ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് ഏകദേശം സാങ്ഷൻ തന്നു കഴിഞ്ഞു. അങ്ങനെ താല്പര്യമുള്ള ഗ്രൂപ്പുകൾ നമ്മളെ ജില്ലയിലുള്ള കൃഷി എഞ്ചിനീയറിംഗ് വിഭാഗമായിട്ടോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ കൃഷി ഓഫീസുമായിട്ടോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് 60 ലക്ഷം രൂപ വരെയുള്ള സാധനങ്ങൾക്ക് അതിൻ്റെ 40% നിങ്ങൾക്ക് സബ്സിഡി തരും. അപ്പോൾ എത്രയും ഗ്രൂപ്പുകൾ നമ്മുടെ മേഖലയിലേക്ക് വരുന്നുവോ അത്രയും പെട്ടെന്ന് നമ്മുടെ കേരളത്തിൽ കാർഷിക യന്ത്രവൽക്കരണത്തിൻ്റെ വേഗത കൂട്ടുവാൻ കഴിയും. ഞാനിത് കേരളത്തിലെ ജാതി കർഷകർക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ ഒരു സംശയമാണ്, പൊതു സംശയമാണ്. കേരളത്തിൽ ഭൂരിപക്ഷവും ചെറുകിട ജാതി കർഷകരാണ് ഉള്ളത്. അവർക്കത് അവരുടെ ഉൽപ്പന്നങ്ങൾ ഉണക്കുന്നതിനും ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ വളരെ കുറവാണ്. ജാതിപത്രിന് അവർ ഉണക്കുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റാത്ത വിധത്തിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ജാതിയുടെ വില കുറയാണ്. നിലവാരമുള്ള ജാതിപത്രിയും ജാതിക്കായും മാർക്കറ്റിൽ എത്തിക്കുന്ന വിധത്തിലുള്ള ഡ്രയറുകൾ അവർക്ക് ചെറുകിട കർഷകർക്ക് സൗകര്യപ്രദമായ ഡ്രയറുകൾ ഉണ്ടോ, അത് ഇല്ലെങ്കിൽ അതുണ്ടാക്കാനുള്ളൊരു ഗവേഷണം നടത്തണം എന്നാണ് എൻ്റെ. ഈ ജാതി കൃഷിക്ക് വേണ്ടിയിട്ടാണ് ജാതിക്കയുടെ തൊണ്ട് പൊളിക്കാനുള്ള ഒരു യന്ത്രം നമ്മുടെ കാർഷിക സർവകലാശാല ഡെവലപ്പ് ചെയ്ത് അത് ഞങ്ങളുടെ പല സമിതികളിൽ കൂടെ അതിന് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞു. ആ യന്ത്രം ഉപയോഗിച്ചിട്ട് നമുക്കൊരു മണിക്കൂറിൽ 150-200 കിലോ വരെ പൊളിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഓർമ്മ. മറ്റേ കൈകൊണ്ട് പൊളിക്കുകയാണെങ്കിൽ ഒരു 10 കിലോ 20 കിലോ ഒക്കെയാണ് ജാതിക്ക തൊണ്ട് പൊളിക്കാനായിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു മെഷീൻ ഓൾറെഡി നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഇൻഡസ്ട്രിക്ക് കൈമാറുക, കർഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ജാതി കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു നല്ല ഒരു യന്ത്രം ഞങ്ങൾ രൂപകൽപ്പന ചെയ്ത് ഡെവലപ്പ് ചെയ്തു. ഇതാണ് എൻ്റെ അറിവിൽ ജാതി കൃഷിക്ക് വേണ്ടിയിട്ടുള്ളത്. ഇനി ജാതി പത്രികയുടെ കാര്യം പറഞ്ഞു, അതിനു വേണ്ടിയിട്ടുള്ള ഗവേഷണ പദ്ധതികൾ ആരംഭിക്കുക തന്നെ വേണം. ഇപ്പം അവിടെ തുടങ്ങിയിട്ടില്ല. അത് നേരത്തെ പറഞ്ഞ ഗവേഷണ പദ്ധതികളിൽ ഉൾപ്പെടുത്താവുന്ന ഒരു അജണ്ടയായിട്ട് മാറ്റും. കൃത്യമായി ഈർപ്പമില്ലാതെ അഫ്ലാടോക്സിൻ വിഷബാധയേൽക്കാതെ ഉണക്കിയെടുക്കാൻ ജാതി കുരുവായാലും ശരി ജാതി പത്രികയായാലും ശരി ഉണക്കിയെടുക്കാൻ എന്താണ് മാർഗം? അതിനുള്ള ചില സാങ്കേതിക വിദ്യകൾ നിലവിലുണ്ട്. ശ്രീ ബാബുവിൻ്റെ ഉത്തരം കൂടി കേട്ടിട്ട് നമുക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം പൂർത്തിയാക്കാം. നമ്മൾ തവനൂരുള്ള കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിൽ ഇതുമായി ബന്ധപ്പെട്ട ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജാതിക്ക പൊളിക്കാനുള്ള യന്ത്രം അവർ പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിച്ചു കഴിഞ്ഞു. അതിന് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് കൈമാറി അത് കൊമേഴ്ഷ്യലായിട്ട് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാകുന്ന ഒരു സ്റ്റേജിലേക്ക് പോകണം. ഈ ജാതിപത്രി ഉണക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് ആ ഒരു പർട്ടിക്കുലർ ആ ഒരു പ്രത്യേക ജാതിപത്രിയുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു ഡ്രയർ ഇപ്പം ലഭ്യമല്ല. പക്ഷേ മറ്റു പല വിളകൾക്കും ഡ്രയർ ലഭ്യമാണ്. അത് കുറച്ച് നമുക്കതിന് ആവശ്യം വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇതിനനുയോജ്യമായ രൂപത്തിൽ അത് മാറ്റിയെടുക്കണം. അതും കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സൈലേജ് പിറ്റ് നിർമ്മിക്കാൻ സാമ്പത്തിക സഹായം. ജനശ്രീ മിഷൻ 1 ലക്ഷം വീടുകളിൽ ജൈവ പച്ചക്കറി കൃഷി പദ്ധതി നടപ്പിലാക്കുന്നു. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. ക്ഷീര സഹകരണ സംഘങ്ങളിൽ പ്രതിവർഷം കുറഞ്ഞത് 1800 ലിറ്റർ പാലളക്കുന്ന ക്ഷീര കർഷകർക്ക് കേരള കന്നുകാലി വികസന ബോർഡ് സൈലേജ് പിറ്റ് നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകും. 5 ക്യൂബിക് മീറ്റർ പിറ്റിന് 75,000 രൂപയാണ് ധനസഹായം. 50 സെന്റിൽ കൂടുതൽ സ്ഥലത്ത് തീറ്റപ്പുൽ കൃഷി ചെയ്യുന്ന ക്ഷീര കർഷകന് 50% സബ്സിഡി നിരക്കിൽ ചാഫ് കട്ടർ നൽകും. തീറ്റപ്പുൽ കൃഷിക്ക് ആവശ്യമായ പരിശീലനവും KLDB നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് KLD ബോർഡിന്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക.
KLD ബോർഡിൻ്റെ ഫോൺ നമ്പർ ഹെഡ് ഓഫീസ് 0471244020. മറ്റൊരു നമ്പർ 047124449138. ജനശ്രീ മിഷൻ 1 ലക്ഷം വീടുകളിൽ ജൈവ പച്ചക്കറി കൃഷി പദ്ധതി നടപ്പിലാക്കുന്നു. ജനശ്രീ അംഗങ്ങളുടെ വീട്ടുവളപ്പിലും മട്ടുപ്പാവിലും ജൈവ പച്ചക്കറി കൃഷി നടത്താൻ ജനശ്രീ മിഷൻ പച്ചക്കറി വിത്തുകൾ സൗജന്യമായി നൽകും. ജൈവ പച്ചക്കറി കൃഷി പദ്ധതിയുടെ ഉദ്ഘാടനം സെപ്റ്റംബർ 3-ാം തീയതി രാവിലെ 11 മണിക്ക് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി നിർവഹിക്കും. തിരുവനന്തപുരം പാറോട്ടുകോണത്ത് പ്രവർത്തിക്കുന്ന ബയോ ഫെർട്ടിലൈസർ ലബോറട്ടറിയിൽ അസോസ്പൈറിലം, വാം എന്നീ ജീവാണു വളങ്ങൾ ലഭ്യമാണ്. കർഷകർക്ക് ലബോറട്ടറിയുമായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 047125300578. ക്ഷീരവികസന വകുപ്പിന്റെയും പട്ടാമ്പി ക്ഷീരസഹകരണ സംഘങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ മാസം 23-ാം തീയതി ക്ഷീര കർഷക സംഗമം നടത്തുന്നു. ഇതോടനുബന്ധിച്ച് കന്നുകാലി പ്രദർശനം, ഡയറി ക്യൂസ്, ക്ഷീരവികസന സെമിനാർ, മികച്ച കർഷകരെ ആദരിക്കൽ, മികച്ച തീറ്റപ്പുൽ കൃഷിത്തോട്ടത്തിന് സമ്മാനം നൽകൽ, ക്ഷീര കർഷക ക്ഷേമനിധി ധനസഹായ വിതരണം എന്നിവ കൂടി ഉണ്ടായിരിക്കും. ഞാറുനടിയിൽ യന്ത്രത്തിലേക്ക് ആവശ്യമായ ഞാറ്റടി തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രമാണ് പായ് ഞാറ്റടി യന്ത്രം. ഇലക്ട്രിക് മോട്ടോറുകളാൽ പ്രവർത്തിക്കുന്ന പായ് ഞാറ്റടി ഉപയോഗിച്ച് വളരെ അനായാസം നഴ്സറി ട്രേയിൽ വിത്ത് വിതച്ച് ഞാറ്റടി തയ്യാറാക്കാം. ഈ യന്ത്രം ഉപയോഗിച്ച് 1 മണിക്കൂറിൽ 600 ട്രേ ഞാറ്റടി വരെ തയ്യാറാക്കാം. 1 ഏക്കറിന് 120 മുതൽ 150 വരെ ട്രേ എന്നതാണ് കണക്ക്. ഇതിൽ സാധാരണയായി 2 തരം ട്രേകളാണ് ഉപയോഗിക്കുന്നത്: പ്ലാസ്റ്റിക് ട്രേയും ഫൈബർ ട്രേയും. ഒരു പ്ലാസ്റ്റിക് ട്രേക്ക് 25 രൂപയും ഫൈബർ ട്രേക്ക് 85 രൂപയും വില വരും. ഈ യന്ത്രത്തിൻ്റെ ഏകദേശ വില 3.45 ലക്ഷം രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9447530673 എന്ന നമ്പറിൽ വിളിക്കുക. കുരുമുളക് മണികൾ താരിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ യന്ത്രവൽകൃത കുരുമുളക് പൊഴിക്കൽ യന്ത്രം കാസർഗോഡ് കൃഷിവിജ്ഞാന കേന്ദ്രത്തിന്റെ പരിധിയിലുള്ള ഒരു കർഷകൻ വികസിപ്പിച്ചെടുത്തു. വൈദ്യുതി മോട്ടോർ കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ യന്ത്രത്തിന് 98% കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാനാകും. കാസർഗോഡ് കൃഷിവിജ്ഞാന കേന്ദ്രം കാര്യക്ഷമതാ പരിശോധന നടത്തി ഗുണനിലവാരം ഉറപ്പുവരുത്തിയ യന്ത്രം ഉപയോഗിച്ച് മണിക്കൂറിൽ 250 കിലോഗ്രാം വരെ പച്ച കുരുമുളക് മണികൾ വേർതിരിക്കാനാകും. 15,000 രൂപയാണ് യന്ത്രത്തിന്റെ വില. കുരുമുളക് പൊഴിക്കൽ യന്ത്രത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് കാസർഗോഡ് കൃഷിവിജ്ഞാന കേന്ദ്രവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 049942329993. യന്ത്രം ഉപയോഗിച്ചുള്ള തെങ്ങ് കയറ്റം ജനകീയമാക്കുന്നതിന്റെ ഭാഗമായി കൊല്ലം ജില്ലയിലെ കൃഷിവിജ്ഞാന കേന്ദ്രം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തെങ്ങുകയറ്റ പരിശീലനം നൽകുന്നു. 50 വയസ്സിൽ താഴെ പ്രായമുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പരിശീലനത്തിൽ പങ്കെടുക്കാം. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഇൻഷുറൻസ് പരിരക്ഷയും സൗജന്യമായി തെങ്ങുകയറ്റ യന്ത്രവും നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 047426635999. സംസ്ഥാന കർഷക ദിനത്തോടും കർഷക അവാർഡ് ദാന ചടങ്ങിനോടും അനുബന്ധിച്ച് കോഴിക്കോട് നടത്തിയ തെങ്ങുകയറ്റ മത്സരത്തിൽ പുരുഷന്മാരുടെ വിഭാഗത്തിൽ കണ്ണൂർ ജില്ലയിലെ കോലയാട് പഞ്ചായത്തിലെ ബിനു PG വിജയിച്ചു. 43 സെക്കൻഡ് കൊണ്ടാണ് ബിനു തെങ്ങുകയറി വിജയിച്ചത്. സ്ത്രീകളുടെ തെങ്ങുകയറ്റ മത്സരത്തിൽ 55 സെക്കൻഡ് കൊണ്ട് തെങ്ങുകയറി കോട്ടയം ഉഴവൂർ പഞ്ചായത്തിലെ മഞ്ജു സുരേഷ് 1ാം സമ്മാനം നേടി. 25,000 രൂപ വീതമാണ് സമ്മാനം. കൂടാതെ ഷീൽഡും പ്രശസ്തി പത്രവും നൽകി. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 16,700 രൂപ, കോഴിക്കോട് 18,100 രൂപ, തൃശ്ശൂരിൽ 16,650 രൂപ. കൊപ്ര കൊച്ചിയിൽ 11,700 രൂപ, കോഴിക്കോട് 11,400 രൂപ, തൃശ്ശൂരിൽ 11,160 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 70,400 രൂപ, ഗാർബിൾഡ് 73,400 രൂപ. ചുക്ക് മീഡിയം 31,000 രൂപ, ബെസ്റ്റ് 32,500 രൂപ. മഞ്ഞൾ സേലത്ത് 7,000 രൂപ, ഈറോഡിൽ 7,200 രൂപ. അടയ്ക്ക പുതിയത് 25,000-നും 26,000-നും മധ്യേ. കൊച്ചിയിൽ റബ്ബർ 5 ഗ്രേഡ് 12,500 രൂപ, 4 ഗ്രേഡ് 12,900 രൂപ. കോട്ടയത്ത് റബ്ബർ 5 ഗ്രേഡ് 12,500 രൂപ, 4 ഗ്രേഡ് 12,975 രൂപ.
കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റ്. വെളിച്ചെണ്ണ 16,700 രൂപ, കൊപ്ര 11,700 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300 രൂപ, റോട്ടറി 3,000 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 70,400 രൂപ, ഗാർബിൾഡ് 73,400 രൂപ. ചുക്ക് മീഡിയം 31,000 രൂപ, ബെസ്റ്റ് 32,500 രൂപ, മഞ്ഞൾ നാടൻ 6,200 രൂപ. അടയ്ക്ക പുതിയത് 25,000-നും 26,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 225-നും 270-നും മധ്യേ. തൊണ്ടില്ലാത്തത് 425-നും 480-നും മധ്യേ. ജാതിപത്രി 700-നും 850-നും മധ്യേ. ഗ്രാമ്പു 900-നും 1,025-നും മധ്യേ. റബ്ബർ RSS 5 ഗ്രേഡ് 12,500 രൂപ, 4 ഗ്രേഡ് 12,900 രൂപ. ഒട്ടുപാൽ 8,300 രൂപ, ലാറ്റക്സ് 9,100 രൂപ. ഇനി കമ്പോള അവലോകനം. ഓണാവശ്യങ്ങൾ മുന്നിൽ കണ്ട് കുരുമുളക് കർഷകർ ചെറിയ അളവിൽ ഉൽപ്പന്നം വിൽപ്പന നടത്തി. ഗ്രാമീണ മേഖലകളിൽ വിൽപ്പനയ്ക്കിറങ്ങിയ ചരക്ക് സംഭരിക്കാൻ ഇടപാടുകാർ ഉത്സാഹിച്ചു. കുരുമുളകിന് ആഭ്യന്തര ഡിമാൻഡുണ്ടെങ്കിലും കയറ്റുമതി ഓർഡറുകൾ എത്തിയിട്ടില്ല. ഉത്സവ ഡിമാൻഡിനിടയിൽ ലേലകേന്ദ്രത്തിലേക്ക് ഏലക്ക പ്രവഹിച്ചു. ബോഡി നായ്ക്കന്നൂരിൽ നടന്ന ലേലത്തിൽ മൊത്തം 61,685 കിലോ ലേലം വിറ്റു. 3 മാസത്തിനിടയിൽ വരവ് ഇത്രയേറെ ഉയരുന്നത് ആദ്യമായിട്ടാണ്. മികച്ച ഇനങ്ങൾ കിലോ 1,189 രൂപയിലും ശരാശരി ഇനങ്ങൾ 869 രൂപയിലും കൈമാറി. ഇന്നലെ കുമിളി ലേലത്തിനെത്തിയത് 28,756 കിലോ ഏലം മാത്രമായിരുന്നു. പാം ഓയിൽ അടക്കമുള്ള ഭക്ഷ്യ എണ്ണകളുടെ നിരക്ക് കുറഞ്ഞത് നാളികേര ഉൽപ്പന്നങ്ങൾക്ക് ഭീഷണിയാവുന്നു. തമിഴ്നാട്ടിൽ വെളിച്ചെണ്ണയ്ക്ക് ഇന്ന് 275 രൂപ ഇടിഞ്ഞു. അതേസമയം കേരളത്തിൽ വെളിച്ചെണ്ണ സ്റ്റഡിയായി നീങ്ങുന്നു. കൊച്ചി വിപണിയിൽ ലാറ്റക്സ് കിലോ 91 രൂപയിലേക്ക് ഇടിഞ്ഞത് ചെടുകിട കർഷകർക്ക് ഞെട്ടിച്ചു. വ്യാവസായിക ഡിമാൻഡ് മങ്ങിയതിനാൽ 4ാം ഗ്രേഡ് 129 രൂപയിൽ തുടരുകയാണ്. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങൾ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 32.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.2 25, കൊച്ചി 31.4 25.4, ആലപ്പുഴ 31.1 25, പുനലൂർ 33.5 23, തിരുവനന്തപുരം കൂടിയ താപനില 31.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.